നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നാക്കിലെ വെച്ച് സദ്യ വിളമ്പ പറ. എല്ലാം കുറേശ്ശെ വിളമ്പിയ മതി. ആത്മാവ് വന്ന് വാരി വലിച്ച് കഴിക്കത്തൊന്നുമില്ല. എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് കൊടുക്കുന്ന അന്നത്തിനെങ്കിലും കണക്ക് വെക്കാതിരിക്കമ്മേ. ശകലം തിന്നിട്ടെടുത്ത് കുപ്പയെ കളയാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ കണക്കെടുപ്പൊന്നുമല്ല. എന്റെ സുധിയേട്ടൻ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിച്ചോളാം മുത്തശ്ശി. അതെന്റെ അവകാശമല്ലേ? ഓ ആയിക്കോട്ടെ, ശരി. നിന്റെ ചേട്ടന് വേണ്ടിയാ ഈ സദ്യ വിളമ്പുന്ന്. നല്ല മനസ്സുണ്ടെങ്കില് വന്നൊരു നുള്ളു ഉപ്പെങ്കിലും എടുത്ത് വെക്ക്. ശരത്തുമോനും വാ. ഓ, നമ്മള് പുറത്തുനിന്നുള്ള ആളല്ലേ. അത് മാത്രമല്ല, എവിടെ ചിലർക്ക് അത് പിടിക്കെത്തുമില്ല. അല്ല മനോഹര, കൈകൊട്ടി നനച്ച് കാക്കയെ വിളിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? കൈകൊട്ടലും കൈകൊട്ടിക്കളിയൊന്നും ഇല്ലമ്മേ. അമ്മേ മിണ്ടാക്കി. സുതിമം വന്നോളും. ഇന്ന് ദേവികയ്ക്ക് എന്തുമാത്രം സങ്കടം കാണൂല. സങ്കടം പിന്നെ ഇല്ലാതിരിക്കോ സ്വാമി? മനസ്സിലെ മുറിവുകൾക്ക് മുകളിൽ വീഴുന്ന ഉപ്പുതുള്ളിയാണ് ഓർമ്മകൾ. അവ ഇങ്ങനെ മനസ്സിനെ നീറ്റിക്കൊണ്ടേയിരിക്കും. ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? ഈ മുതുകാലൻ എന്തിനു വന്നതാ? കൂടെ ചിത്രഗുപ്തനും ഉണ്ടല്ലോ. നിന്റെ ദേവിയേട്ടത്തേക്ക് ഡോക്ടർക്ക് ഒരു സദ്യ കൊടുക്കണം. അതിന് സുധിസാറിന്റെ പിറന്നാൾ ഒരു മറയാക്കി, അത്രേ ഉള്ളൂ. എന്നാലും സ്വന്തം ഭർത്താവിന്റെ ജീവൻ എടുത്തവന് സദ്യ വിളമ്പാനുള്ള മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അതിന് മനസ്സും മനസാക്ഷിയുണ്ടോ? നമസ്തേ. ഡോക്ടർ സദ്യ ഉണ്ണാൻ വന്നായിരിക്കും അല്ലേ? എനിക്ക് സദ്യ വിളമ്പിയ ശീലം ശരത്തിന് നന്നായിട്ട് അറിയാലോ. അല്ല പിന്നെ അതിന്റെ രുചി ശരത്ത് മറക്കോ? അല്ല ശരത്ത, ഡോക്ടർ സുധിമോനോട് ക്ഷമ ചോദിക്കുകയായിരിക്കും അല്ലേ? നിരഞ്ജൻ ഡോക്ടർ എന്തിനാ സുധിമനോട് ക്ഷമ വയ്ക്കുന്നത്? അല്ല, പറ്റിപ്പോയ കൈപ്പഴയ്ക്കേ
എനിക്ക് ഒരു കൈപ്പിഴയും പറ്റിയിട്ടില്ലെന്ന് സുധിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശി. മരണം വരെ എന്റെ മനസ്സിലെ നീറ്റൽ തന്നെയാ സുധി. ദേവിക മോളെ ആശ്വസിപ്പിക്കുകയും മനോഹരനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. സ്നേഹത്തിന് ഞാൻ കണക്ക് പുസ്തകം വെക്കാറില്ല മുത്തശ്ശി. ഓ, ഇന്ന് സുധിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതാ വന്നത്. ഡോക്ടറുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്മ പിന്നെ പഴയ ആളല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡോക്ടർ അത് കാര്യമാക്കല്ലേ. ഏയ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൈയിട്ട് വാരല്ലെന്ന്, കേട്ടല്ലോ. എന്താ ഏട്ടാ? എന്താടാ വിശക്കുന്നോ? വിശപ്പടിച്ചു തോന്നുന്നു. മെഴുക്കു പുരട്ടിയും മാമ്പഴ പുളിശ്ശേരിയും എല്ലാം കൂടെ കൂട്ടി ഇതാ 1/2 മണിക്കൂറിനാവും ഊണ് റെഡി. മീൻ വെട്ടുന്നിടത്ത് പൂച്ച നിൽക്കുന്നത് പോലെ ഏട്ടൻ കറങ്ങി തിരിഞ്ഞ് നിൽക്കുവാണല്ലോ. എന്താ എന്താ മോനെ? എനിക്കൊരു സദ്യ കഴിക്കാൻ കൊതി തോന്നുന്നു. സദ്യയോ? അതെന്തൊരു പൂതിയാ? പൂതിയും കൊതിയൊന്നും അല്ല ചേച്ചിയമ്മേ, ഇത് വേറൊരടവാ. എന്തടവ്? കല്യാണം പെട്ടെന്ന് വേണോന്ന് പറയാതെ പറയുമല്ലേ ഏട്ടൻ. ഓടി അവിടുന്ന്. സത്യമായിട്ടും ചേച്ചി, എനിക്കൊരു സദ്യ കഴിക്കാൻ തോന്നുക. എന്നതാ കുഞ്ഞളിയ, അടുക്കളയിൽ ഒരു ഇൻസ്പെക്ഷൻ? പഴകിയ വല്ല ഭക്ഷണ സാധനവും പിടിച്ചോ? ഇവിടെ പഴകിയ ഭക്ഷണമൊന്നും ഇല്ല. ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്നാ മതി. കഴിഞ്ഞ ഓണത്തിന് വെച്ച സാമ്പാർ അതിനകത്തിരുന്ന് ഹലോ എന്ന് പറയുന്നത് കേൾക്കാം. നിങ്ങൾ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഇവനിപ്പോ സദ്യ വേണോന്ന്. അതെ അളിയ, പരിപ്പും പപ്പടവും പായസവും ഒക്കെ ചേർന്നൊരു സദ്യ. അതിനൊക്കെ കുറെ സമയം എടുക്കില്ലേ? അളിയൻ വിഷമിക്കണ്ട. നല്ലൊരു സദ്യ, ഒരു സദ്യ അല്ല 2 സദ്യ ഞാനിപ്പോ പുറത്തുനിന്ന് വരുത്തും. വിത്ത് വാഴയില. ഒരു ദിവസമെങ്കിലും നമുക്ക് വൃത്തിയുള്ള രുചിയുള്ള ആഹാരം കഴിക്കാമല്ലോ. ഡോക്ടറെ ഇരിക്കേ. ആ കേട്ടോ ഡോക്ടറെ, നിത്യമോടൻ ശരത്തിന്റെ കല്യാണം ഉടനെ നടത്താൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതൊക്കെ എപ്പോഴേ ദേവിക അറിയിച്ചിട്ടുണ്ടാവും. ഓ, മനോഹരൻ ഒരു പുതിയ വിശേഷം അറിയിക്കുന്ന പോലെ. എന്തായാലും ഇത്രയും നല്ലൊരു കാര്യം ഞാനായിട്ട് ഡോക്ടറെ അറിയിക്കുന്നല്ലേ അതിന്റെ ഒരു മര്യാദ. സന്തോഷം. നല്ല കാര്യങ്ങൾ വേഗത്തിൽ നടക്കട്ടെ. വേറൊന്നും കൊണ്ടല്ലോ ഡോക്ടറെ, ഇന്നത്തെ കാലത്ത് ശരത്തിനെ പോലെ ഒരു മരുമകനെ കിട്ടുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ മഹാഭാഗ്യം. പിന്നെ എന്തായാലും നടത്തണം. അപ്പൊ പിന്നെ നീട്ടണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാ സുധിയേട്ടന്റെ ആണ്ടാവാൻ പോലും കാത്തു നിൽക്കണ്ടെന്ന് അച്ഛൻ തീരുമാനിച്ചത്. അല്ല, അത് മാത്രമല്ല ഡോക്ടറെ, ശരത്ത് ഞങ്ങളുടെ ഭാഗ്യമാണ്. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഏതെങ്കിലും കള്ളക്കാക്ക കുത്തിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ ആര് നടക്കണമല്ലോ. അപ്പോ
നിത്യക്ക് കൺഗ്രാചുലേഷൻസ്. ആ ഡോക്ടറെ, സദ്യ എപ്പോഴാ വിളമ്പേണ്ടത് പറയണം കേട്ടോ. സദ്യയൊക്കെ പതിയെ മതി സുധീരച്ച. അതെ, സുധിയുടെ ആത്മാവിന്റെ ഗന്ധമുള്ള ഈ വീട്ടിൽ അല്പനേരം ഒന്ന് നിൽക്കട്ടെ.